നമസ്കാരം. ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്. ആരിഫ് ഹുസൈനെ ഡോക്ടർ എന്ന് വിളിക്കുവാൻ പാടില്ല എന്നാണ് ഹോമിയോപ്പതിക്കാർ പറയുന്നത്. ആ ഡോ ആരിഫ് ഹുസൈനും അതുതന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഡോക്ടർ എന്ന് വിളിക്കണ്ട. കാരണം അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചൊരു ചികിത്സാ ശാഖയാണത്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തോട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളോട്, സാമൂഹ്യ പ്രവർത്തനങ്ങളോട്, കാരണം ഒരു കാര്യം, സാമൂഹ്യ പ്രവർത്തകനെന്ന് അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത് എക്സ് മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സാമൂഹ്യ പ്രവർത്തകനെന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. ജിഹാദികളെ എതിർക്കുന്നത് കൊണ്ട്. ജിഹാദികളെ എതിർക്കുന്നത് കൊണ്ട് മാത്രമാണോ ഡോക്ടർ ആരിഫ് ഹുസൈൻ എനിക്ക് പ്രിയപ്പെട്ടവനായത് എന്ന് ചോദിച്ചാൽ ഒരു 90% അതെ. കാരണം ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടില്ല. സംസാരിച്ചിട്ടുണ്ട്, ക്ലബ് ഹൗസിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈ തത്വമയി ന്യൂസിൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അദ്ദേഹത്തെ ഒന്ന് എത്തിക്കുവാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സമയവും സൗകര്യവും എല്ലാം ഇതിൽ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനെന്ന് വിളിക്കുവാനാണ് എനിക്കിഷ്ടം. എക്സ് മുസ്ലിം എന്നും വിളിക്കണം. കാരണം എക്സ് മുസ്ലിം എന്നുള്ള വാക്കിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് മീഡിയ മുക്കാലിനെ പോലുള്ള മാധ്യമങ്ങൾ എക്സ് മുസ്ലിം എന്നുള്ള പേര് ഒരു ലേബലിൻ്റെ കീഴിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. അതും മുസ്ലിം നാമങ്ങൾ വെച്ച്, നാമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്. ആരിഫ് ഹുസൈൻ എന്നുള്ളത് മുസ്ലിം നാമമാണ്. അതുകൊണ്ട് തന്നെ ആ പേര് വെച്ചിട്ടാണ് ഇസ്ലാം മതത്തിനെതിരെ ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ തല്ലിക്കൊല്ലാൻ ആളില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചകൾ. യാതൊരു ഭയവുമില്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുവാനുള്ള ആഹ്വാനം പരസ്യമായി ഒരു വാർത്താ ചാനലിലൂടെ നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള ഒരു ചാനലിൽ നിന്ന് നീ കൂടുതൽ എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് വിവരമുള്ള ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ തെറ്റ്, ക്ഷമിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് വന്നാൽ, ആരിഫ് ഹുസൈനെതിരെ മീഡിയ വൺ പരസ്യമായി തന്നെ ഒരു കൊലപാതക ആഹ്വാനം അല്ലെങ്കിൽ ജിഹാദിൻ്റെ ആഹ്വാനം നടത്തിയ വിവരം തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും വിവരങ്ങളും എല്ലാം പരസ്യപ്പെടുത്തി ഈ വ്യക്തി ഇന്നതൊക്കെയാണ് ചെയ്യുന്നത്, ഇസ്ലാം മതത്തിനെ നിരന്തരം അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്, സൽമാൻ റഷീദിയൊക്കെ ചെയ്തതുപോലെ ആരെങ്കിലും കത്തിയെടുത്ത് കുത്താനില്ലടേ, ചാർലി ഹെബ്ഡോയുടെ കാര്യാലയത്തിൽ കയറി വെടിവെച്ചതുപോലെ, അല്ലെങ്കിൽ ജോസഫ് മാഷിൻ്റെ കയ്യും കാലും വെട്ടിയതുപോലെ ഇവനെ കൈകാര്യം ചെയ്യാൻ ആളില്ലേ എന്നുള്ള രീതിയിലാണ് മീഡിയ വണ്ണിൻ്റെ, മീഡിയ മുക്കാലിൻ്റെയും ഒക്കെ ആഹ്വാനം. അപ്പോൾ ഈ മീഡിയ മുക്കാലിൻ്റെ ഈ ആഹ്വാനം എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും ഇതിനു മുൻപ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും ആരിഫ് ഹുസൈനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിൽ നിന്ന് തുടങ്ങുന്ന ഇത്തരം ഭീഷണികൾ പരസ്യമായി കൊലപാതക ആഹ്വാനം വരെ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈനെ ഇവർ കൃത്യമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്? ആരിഫ് ഹുസൈൻ എന്നുള്ളത് ഒരു പുതിയ, ഈ എക്സ് മുസ്ലിംസ് എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പുതിയ തലമുറയാണ്. പഴയ തലമുറ ക്രിയാത്മകമായിട്ട് ഈ വിഷയത്തിൽ പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാലുണ്ട്. ഇസ്ലാം മതത്തിലെ പുഴുക്കുത്തുകൾ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അടിമുടി പുഴുക്കുത്ത് നിറഞ്ഞൊരു ആശയ സരണിയാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് തോന്നും. അത് അവരുടെ അഭിപ്രായം. അവർ കൃത്യമായിട്ട് അതിനെ തെളിവുകൾ സഹിതം വ്യാഖ്യാനിക്കാറും അല്ലെങ്കിൽ സമർത്ഥിക്കാറുമുണ്ട്. ജബ്ബാർ മാഷിനെ പോലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമകാലികരെ പോലെയുള്ള ഇസ്ലാം മത വിമർശകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ എക്സ് മുസ്ലിംസ് എന്നുള്ള ഒരു നാമം സ്വയം എടുത്ത് അണിഞ്ഞിരുന്നില്ല. അതിനുമപ്പുറത്തേക്ക് അവർ കൂടുതൽ ഈ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെ തെറ്റുകുറ്റുകൾ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം ഇന്ന മണ്ടത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന മ്ലേച്ഛത്തരങ്ങൾ അനുവദനീയമാണ് എന്ന് ആചന്തരതാരം തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തെളിവ് സഹിതം പറഞ്ഞു വയ്ക്കുന്നു. അത് കൃത്യമായിട്ട് അറബിയിലും അതിൻ്റെ തർജ്ജിമ മലയാളത്തിലും എല്ലാം പറഞ്ഞ് അതിൻ്റെ ഒരു വിശകലനം നൽകിയാണ് അവരവരുടെ ഒരു ശൈലി. അതാണ് അവരുടെ ഒരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ ഒരു അവതരണ ശൈലി. ആരിഫ് ഹുസൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹവും ചെയ്യാറുണ്ട്. പക്ഷേ വളരെ സരളമായ ഒരു ജെൻസി ലാംഗ്വേജ് ഉണ്ട്. ഒരു ക്യാമറ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന പോലെ ജെൻസി ലാംഗ്വേജിൽ ജെൻസിക്ക്, ഇപ്പോഴത്തെ ആളുകൾക്ക് കൃത്യമായിട്ടും വളരെ സരളമായും മനസ്സിലാകുന്ന തരത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കോയ കോളിംഗ് എന്ന പ്രോഗ്രാം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവബോധം വളരെ സരളമായി മുസ്ലിങ്ങളിലും മുസ്ലിം ഇതര വിഭാഗങ്ങളിലും സൃഷ്ടിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ മീഡിയ മുക്കാലിനെ പോലുള്ളവർ വിരളി പിടിച്ച് ജബ്ബാർ മാഷിനെതിരെ ഒന്നും നടത്താത്ത, ജബ്ബാർ മാഷിന് നേരെയും ഒക്കെ അധിക്ഷേപങ്ങളും ആക്രമണാഹ്വാനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അത് ആരിഫ് ഹുസൈന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കീർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു പ്രേക്ഷകരെ, UDF സർക്കാർ
ആണ് ഈ അധികാരത്തിൽ വരുവാൻ പോകുന്നത് കേരളത്തിൽ എന്നുള്ള ഇത് കൃത്യമായി മനസ്സിലാക്കിയ ദിവസം തന്നെ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ നേരെ വധശ്രമങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരും. കാരണം SDPIയെ പോലെ ഒളിവിലും മറവിലും പ്രവർത്തിക്കുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി. അത് എന്നേക്കാൾ കൂടുതൽ നന്നായി ഡോക്ടർ ആരിഫ് ഹുസൈൻ അറിയാം. അവർ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ചെയ്യും. ആഹ്വാനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? അവർക്ക് ഗുണം. അവർക്കൊന്നും നേരിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടി വരില്ല. കാരണം ഈ മതത്തിൻ്റെ ഒരു പ്രശ്നവും അവരുടെ ഒരു ശക്തിയും അതാണ്. സമൂഹത്തെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണ്, അവരെ സംബന്ധിച്ച് അതൊരു ശക്തിയാണ്. അങ്ങനെ കണ്ടാൽ മതി. കാരണം ഈ മതത്തിൽ ഇപ്പോൾ ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ അല്ലെങ്കിൽ മനോജ് വേണുഗോപാൽ മുഹമ്മദിനെ അപമാനിച്ചു. എന്തുകൊണ്ടാണ് ഇയാളുടെ പേരും അഡ്രസ്സും ഒക്കെ ഇതാണ് എന്ന് മീഡിയ മുക്കാലങ്ങ് പരസ്യപ്പെടുത്തുന്നു. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ISISൽ നിന്ന് പരിശീലനം നേടി ഒരുത്തൻ വരണമെന്നില്ല. ഒരു ലോൺ വുൾഫ് അറ്റാക്ക് ഉണ്ടല്ലോ, ആരിഫ് ഹുസൈൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇതൊരു ഡോഗ് വിസിലാണ്. ഡോഗ് വിസിൽ എന്ന് പറയുന്നത് ആ വിസിലിൻ്റെ സ്വരം ആരിഫ് ഹുസൈൻ്റെ തന്നെ ഭാഷ കടമെടുക്കുകയാണ് ഞാൻ. ഡോഗ് വിസിൽ എന്ന് പറയുന്നത് ഒരാൾ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ആ സ്വരം മനുഷ്യർ കേൾക്കില്ല, പക്ഷേ നായ്ക്കൾ കേൾക്കും. അതുപോലെ ഈ ഡോഗ് വിസിൽ എന്നല്ല, ഞാനതിനെ പിഗ് വിസിൽ എന്ന് വിളിക്കുന്നു. ഈ പിഗ് വിസിൽ മീഡിയ മുക്കാൽ മുഴക്കിക്കഴിഞ്ഞാൽ ജിഹാദി പിഗ്സ് അത് കേൾക്കും. പിഗ്സിൻ്റെ മലയാള തർജ്ജിമ ഞാൻ പറയുന്നില്ല, അവർക്ക് വിഷമമാവുമെന്നുള്ളത് കൊണ്ടല്ല, അവർ തന്നെ അത് എങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് കമൻറ്റുകളിൽ വന്ന് പറയട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പിഗ് വിസിൽ മുഴക്കിക്കഴിഞ്ഞാൽ ഈ ജിഹാദി പിഗ്സ് അത് കേൾക്കുകയും ഒറ്റയും തറ്റയുമായി തിരിഞ്ഞു നടക്കുന്ന ഈ ലോൺ വുൾഫ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്ത ഈ മതഭ്രാന്തന്മാർ ചിലപ്പോൾ ഈ വിസിലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടപ്പാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. രംഗീല റസൂൽ രചിച്ച മഹാശയ മുതൽ സൽമാൻ റുഷിദി വരെ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ജിഹാദികളുടെ ആക്രമണത്തിൽ, ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ജിഹാദികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. സംഘടിതമായൊരു ശക്തി പോലും ചിലപ്പോൾ അതിന് നടപ്പാക്കുവാൻ ശ്രമിക്കാം. പക്ഷേ SDPI പോലുള്ള ഭീകരവാദികൾ അതിന് സംഘടിതമായി തുനിഞ്ഞിറങ്ങിയില്ലെങ്കിൽ പോലും ഒറ്റയ്ക്കുള്ള ഏതെങ്കിലും ഫക്രുദ്ദീനോ ഒക്കെ ഒരു നിമിഷത്തെ ആവേശത്തിൽ ആരിഫ് ഹുസൈനെ അങ്ങ് തട്ടിക്കളയാമെന്ന് തീരുമാനിക്കുന്ന ഈ ഫക്രുദ്ദീന് പിന്തുണ നൽകുവാനായിട്ട് ജാമിയത്തുൽ ഉലമ ഹിന്ദിനെ പോലുള്ള സംഘടനകളും കാണും. കാരണം നിയമക്കുരുക്കിൽ പെട്ട് കഴിഞ്ഞാൽ നിയമസഹായവുമായി അവർ ഓടിയെത്തും. മീഡിയ മുക്കാൽ ഒരു പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ ചെയ്ത് ഇത് ഡോക്ടർ ആരിഫ് ഹുസൈനെ അപായപ്പെടുത്തിയ ഫക്രുദ്ദീനെ അരുതേ, ജിഹാദി എന്ന് വിളിക്കരുതേ, ജിഹാദി എന്ന് തന്നെ വിളിക്കണം. മീഡിയ മുക്കാലെന്ന് തന്നെ വിളിക്കണം. അടിസ്ഥാനപരമായിട്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവരെ പോലുള്ളവരെ കുറിച്ച് ഒരു കരുതലോടെ ഇരിക്കണം. അദ്ദേഹം വേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തുമ്പോൾ, ഇപ്പോൾ വിദേശ സന്ദർശനത്തിലാണ് അദ്ദേഹം, ആ വിദേശയാത്രകൾ കഴിഞ്ഞ് കേരളത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തുമ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സുരക്ഷിതമായ താവളങ്ങളും സുരക്ഷിതമായ സാഹചര്യങ്ങളും സ്വയം കണ്ടെത്തുക. കാരണം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന UDFൻ്റെ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ്. ജമാഅത്തെ ഇസ്ലാമി SDPIയേക്കാളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കാളും ഒരുപക്ഷെ ISISനേക്കാളും അൽഖ്വയ്ദയെക്കാളും ഭാരതത്തെയും കേരളത്തെയും സംബന്ധിച്ച് എത്രത്തോളം അപകടകാരികളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട അങ്ങേക്ക് അറിയുവാൻ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക. ഉത്തിഷ്ഠത ജാഗ്രത പ്രാഭ്യവരാൻ നിബോധിത. അതുപോലെ തന്നെ ഇവരെ നിയമത്തിന് കൈകാര്യം ചെയ്യുവാനുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുക്കുക. അങ്ങയുടെ ഭാഗത്തു നിന്ന് പരാതികൾ പോകേണ്ടടുത്തേക്ക് പോകട്ടെ. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് അങ്ങേ പരാതി അയച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ ആ പരാതിയും അയക്കുക. കാരണം അന്വേഷണ ഏജൻസികൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. പ്രത്യേകിച്ച് മീഡിയ മുക്കാലിനെ പോലെ പല പത്തികളുള്ള ഒരു വിഷജീവി അങ്ങേക്ക് നേരെ വിഷം തുപ്പി തുടങ്ങിയപ്പോൾ ഒരു മാധ്യമമാണിത്. അവർ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണം. അതിനുള്ള നിയമ നടപടികളും കൈക്കൊള്ളുവാൻ അപേക്ഷ അങ്ങ് അത് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പെട്ടെന്ന് NIAക്കുള്ള പരാതിയുടെയൊക്കെ കൂട്ടത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്കുള്ള പരാതി കണ്ടതായി എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ ഉടനെ ചെയ്യുക. അത്രമാത്രം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രേക്ഷകരുമായും ഡോക്ടർ ആരിഫ് ഹുസൈനുമായും സംവദിക്കാനുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, ഡോക്ടർ ആരിഫ് ഹുസൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോയ കോളിംഗ് പ്രോഗ്രാം നിങ്ങൾ കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ? ആരിഫ് ഹുസൈൻ്റെ ഈ ഒരു പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതെല്ലാം കമൻറ്റുകളിലൂടെ പ്രതികരണങ്ങളായി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ എക്സ് മുസ്ലിം എന്നുള്ള നാമം ഉപയോഗിക്കാൻ പാടില്ല,
അല്ലെങ്കിൽ മുസ്ലിം പേരാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ എക്സ് മുസ്ലിം എന്ന് തന്നെ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം വിമർശിക്കുന്നത് ഒരു വിമർശനങ്ങളെ എല്ലാ കാലത്തും അക്രമം കൊണ്ട് മാത്രം നേരിട്ടിട്ടുള്ള ഒരു മതത്തിനെ ആവുമ്പോൾ ആ മതത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെ വിമർശിക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി മുസ്ലിം പേരുകളെന്ന് പറയുന്നത് ഡോക്ടർ ആരിഫോ ഹുസൈനോ ഒന്നും അടിസ്ഥാനപരമായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഉണ്ടായ ഒരു മതം കണ്ടുപിടിച്ച പേരുകളല്ല. അതിനും എത്രയോ കാലങ്ങൾ മുമ്പ് മണലാരണ്യത്തിൽ അറബികളുടെ ഇടയിൽ ഈ 1400 വർഷങ്ങൾക്ക് മുൻപ് വളരെ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യത്തോടു കൂടി ജീവിച്ചിരുന്ന സമൂഹങ്ങളുടെ ഇടയിൽ ഉരുവായ ഒരു ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പേരുകളാണിതെല്ലാം. അതിൻ്റെ കുത്തകാവകാശം ഇസ്ലാമിനല്ല, ഒരു മുസ്ലിമിനുമല്ല. അത് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. എത്രത്തോളം ചരിത്രം നശിപ്പിക്കുവാനായിട്ട് ആ മതത്തിൻ്റെ അധിനിവേശ സ്വഭാവം ശ്രമിച്ചിട്ടുണ്ടോ അത്രത്തോളം തന്നെ അത് സംരക്ഷിക്കപ്പെട്ട് പിൽക്കാലത്ത് പൊതുമണ്ഡലങ്ങളിലേക്ക് വെളിവായി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിക പേരല്ല, അറബിക് പേരാണ്. അറബിയും ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, ഇസ്ലാം സ്വന്തം ഭാഷയായി തിരഞ്ഞെടുത്ത, ഇസ്ലാമിനും ഒരുപാട് കാലം മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു ഭാഷയാണ് അറബി. ഒരു സംസ്കാരമാണ് അറബി സംസ്കാരം. അത്രയേ ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.